വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, എല്ലാവരും രാജേഷ് പറഞ്ഞ പോലെ വലിയൊരു പരിപാടി ആസ്വദിക്കാൻ വേണ്ടി നമ്മളെല്ലാവരും കാത്തിരിക്കുകയാണ്. ഞാൻ മറ്റു കാര്യങ്ങളിലേക്കൊന്നും കടന്നു പോകുന്നില്ല. വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങളാണ് ഈ സംഘടന ഇവിടെ നടത്തി വരുന്നത്. അതിൻ്റെ 2 ഉദാഹരണങ്ങൾ ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുക. ഞാൻ കഴിഞ്ഞ ദിവസം ഈ ചിറ്റൂരൊരു വീട്ടിൽ ചെന്നപ്പോൾ അവരുടെ ഒരു സങ്കടമറിഞ്ഞ് അവരുടെ കാര്യങ്ങളിൽ ഇടപെട്ടുകൊണ്ട് ആദ്യമേ ചെന്നത് ഇവിടുത്തെ ഫാമിലി ഈ സംഘടനയാണ്. എന്നാൽ മറ്റാരും നൽകുന്നതിനേക്കാളും വലിയൊരു തുക അവർക്ക് കൊടുത്തപ്പോൾ അവർക്കത് ആശുപത്രിയിൽ കൊടുക്കാനുള്ള മരുന്നിനുള്ള ഒരു കാശായി അത് മാറിയപ്പോൾ അവരുടെ ഒരു സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുപോലെ തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് താമസം മാറിപ്പോയ മറ്റൊരു കുടുംബത്തെ കാണുന്ന ഒരവസരത്തിൽ ആ അമ്മയും മകനും പറഞ്ഞു, ഞങ്ങൾക്കിപ്പോൾ മരുന്നിനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ സംഘടന ഇതിനകത്ത് ഇടപെടുന്ന ഒരു അവരെ അറിയിച്ചില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, അതിൻ്റെ ഭാരവാഹികൾ ബാജി, ഫ്രെഡി, അജി തുടങ്ങിയ മുഴുവൻ ആളുകളും ഞങ്ങളെ വന്ന് കണ്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് പണമൊന്നും നൽകിയില്ലെങ്കിലും ഞങ്ങൾ ഈ ദൂരെ താമസിക്കുന്നവരെ അവിടെ തേടി പിടിച്ച് അവിടെ വന്ന് ഞങ്ങളുടെ കാര്യങ്ങൾ അന്വേഷിച്ച് വേണ്ടത് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവർക്ക് കൊടുത്തോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അവരും നന്ദിയോടെയാണ് ഈ സംഘടനയെ സ്മരിക്കുന്നത്. ഈ 2-3 കാര്യങ്ങൾ, ഇതുപോലുള്ള മാതൃകാപരമായ പ്രവർത്തനങ്ങൾ, ഈ നാമധേയം തന്നെ അന്വർത്ഥമാക്കുന്നത് വെൽഫെയർ എന്ന വാക്കാണ്. അതായത് ഇവിടെയുള്ള കുടുംബങ്ങളുടെ ഈ ആതുര സേവന രംഗത്ത് മാത്രമല്ല, അവരുടെ വിദ്യാഭ്യാസപരമായ കുട്ടികളുടെ കാര്യങ്ങളിലും ആ കുടുംബത്തിലൊരു പ്രശ്നം നേരിടുമ്പോൾ അവരുടെ അടുത്തേക്ക് ഓടിയെത്തി ആ വിഷയങ്ങളിൽ ഇടപെടുകയും ചെയ്യുന്ന ഒരു സംഘടനയാണ്. ആദ്യകാലത്ത് KP ആൻ്റണി ചേട്ടനൊക്കെ ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം ചെയ്ത ഈ സംഘടന അത് കെടാതെയാണ് ബാജിയെപ്പോലുള്ള അടുത്ത തലമുറകൾ ഏറ്റെടുത്ത് ഇന്ന് മറ്റ് ഫാമിലി സംഘടനകൾ മറ്റ് സ്ഥലങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. നേരത്തെ സുജിൽ ഇവിടെ പറഞ്ഞ പോലെ ഒരു വിവാഹമോചന കേസുകളോ മറ്റ് വഴക്കുകളോ ഒന്നുമില്ലാതെ ദാമ്പത്യം നല്ല രീതിയിൽ കൊണ്ടുപോകുന്ന കുടുംബങ്ങളടക്കമുള്ള ഈ അസോസിയേഷൻ മറ്റുള്ളവർക്ക് കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു കൂട്ടായ്മയാണ്. അതിന് നേതൃത്വം കൊടുക്കുന്ന ഈ ഭാരവാഹികളെ എത്ര അനുമോദിച്ചാലും മതിയാവില്ല. അതിന് പ്രത്യേക അനുമോദനം അറിയിക്കുകയാണ്. ഈ സ്നേഹ കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിക്കുകയും ആദരമർപ്പിക്കുകയും ചെയ്ത എല്ലാവരോടും നന്ദിയും കടപ്പാടും അറിയിക്കുന്നു. നിർത്തുന്നു.